ശബരിമല കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ. കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് പോറ്റി ജാമ്യാപേക്ഷ നൽകിയത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. വിവരങ്ങൾ രഞ്ജിൻ ചേരുന്നുണ്ട്. രഞ്ജിൻ, ഏതായാലും ശബരിമല കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ ഇന്ന് നൽകുകയാണ്. 90 ദിവസം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഇന്ന് ഉറപ്പായും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ച് അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയാണ്. കട്ടളപ്പാളി കേസിൽ കൂടെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കടക്കും, അല്ലേ രഞ്ജിൽ? തീർച്ചയായും ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 കേസുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ചുമത്തിയിരുന്നത്. അതിൽ ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. സ്വാഭാവിക നടപടി എന്നോളമാണ് കോടതി ജാമ്യം അനുവദിച്ചത്. കാരണം കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞും കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്തത് മൂലം ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ വീണ്ടും ആ കേസിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ഇന്ന് എന്തായാലും കുറ്റപത്രം SIT ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകും. എന്തായാലും കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചിരുന്നാൽ കൂടിയും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കട്ടളപ്പാളി കേസ് നിർണായകമാണ്. അതിൽ കൂടി ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ മുൻ എക്സിക്യൂട്ടീവ് അംഗമായ മുരാരി ബാബു കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. അതേപോലെ തന്നെ ഇന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് മുൻ എക്സിക്യൂട്ടീവ് അംഗമായ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ്വാരപാലക കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിക്ക് മുമ്പാകെയുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി കൂടുതൽ പ്രതികൾ ഇപ്പോൾ ജാമ്യം തേടി കോടതിക്ക് മുമ്പാകെ വരുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഈ കേസ് അന്വേഷണം ആരംഭിച്ച് 90 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ദിവസമായിട്ട് പോലും ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതികളെല്ലാവരും ഇത്തരത്തിൽ സ്വാഭാവിക നടപടി അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യാപേക്ഷയുമായി കോടതിക്ക് മുമ്പാകെ എത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടാനുള്ള സാഹചര്യമുണ്ട്. നേരത്തെ മുരാരി ബാബു പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങാനുള്ള സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ സുധീഷ് കുമാറിന്റെ കേസാണെങ്കിലും ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാര്യത്തിൽ 90 ദിവസം ആയിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെല്ലാവരും പുറത്തിറങ്ങുന്ന അല്ലെങ്കിൽ പ്രതികളെല്ലാവരും ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് SITക്ക് മേൽ കൂടുതൽ സമ്മർദ്ദമാകാനുള്ള സാഹചര്യമുണ്ട്. കാരണം കേസ് ഇത്രത്തോളം എത്തിയിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യം കോടതി ഉന്നയിക്കാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് SITക്ക് മേലുള്ള സമ്മർദ്ദം കൂടുതലാകാനാണ് സാധ്യത. അതേപോലെ തന്നെ നമുക്കറിയാം കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറച്ച് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ സുപ്രീം കോടതി പരിഹാസവും അതുപോലെ തന്നെ വിമർശന രൂപേണയാണ് ഈ കേസ് പരിഗണിച്ചത്. കാരണം ഈ N വാസുവിൻ്റെ ആയാലും KP ശങ്കരദാസിൻ്റെ ആയാലും സുധീഷ് കുമാറിൻ്റെയും കേസുകൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ പോയ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, കേസുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ താങ്കളൊക്കെ തന്നെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കവർച്ച നടന്ന സമയത്ത് ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. അല്ലെങ്കിൽ N വാസു ആണെങ്കിൽ മുൻ ദേവസ്വം മുൻ കമ്മീഷണറാണ്. അത്തരത്തിൽ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, കമ്മീഷണർ ആയിരുന്ന ഒരാൾ അന്ന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ സാധിക്കില്ല എന്നൊരു ചോദ്യമാണ് കോടതി ചോദിച്ചത്. അതേപോലെ തന്നെ KP ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴും കോടതി പറഞ്ഞത് എവിടെയാണോ കേസ് നടക്കുന്ന ആ കോടതിയെ സമീപിക്കുക എന്നൊരു കാര്യമായിരുന്നു. അല്ലാണ്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മേൽക്കോടതിയിലോ കേസ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകുക എന്നൊരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് പ്രതികൾ ഈ കേസ് പരിഗണിക്കുന്ന അല്ലെങ്കിൽ കേസ് നടക്കുന്ന കൊല്ലം വിജിലൻസ് കോടതിയെയും മേൽക്കോടതികളെയും സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. ഒരു പക്ഷേ ഇന്ന് ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ മോചിതനാകുന്ന 2ാമത്തെ വ്യക്തിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി. നേരത്തെ മുരാരി ബാബു പുറത്തിറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങാനുള്ള സാധ്യത എല്ലാം തന്നെ കാണുന്നുണ്ട്. രേണുക, ശരി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിച്ചേക്കും. കട്ടളപ്പാളി കേസിലാണ് 90 ദിവസം റിമാൻഡിൽ കാലാവധി പൂർത്തിയായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം തേടിയതായാലും ഇന്ന് ജാമ്യാപേക്ഷ
നൽകിയിരിക്കുന്നത്. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ നീക്കം. ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക കേസിൽ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഇവിടെയും കുറ്റപത്രം സമർപ്പിച്ചിരുന്നില്ല. അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ ഇന്നും തുടർക്കഥയാവാൻ പോകുന്നത്. അതേസമയം കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സമർപ്പിച്ച ജാമ്യ ഹർജികളും ഇന്ന് എന്തായാലും പരിഗണിക്കാൻ പോവുകയാണ്. മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരർ രാജീവ് ദ്വാരപാലക കേസിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകും എന്നിങ്ങനെയാണ് എന്തായാലും ശബരിമല വാർത്തകൾ ഉള്ളത്. വിവരങ്ങൾ പങ്കുവച്ചത് രഞ്ജിൽ രാജാണ്.